ആഗ്രഹിക്കുന്നു. നാം ശിവനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ അറിയുന്നതിന് മുമ്പ് സ്വയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് സതി. അതിനാൽ ആദ്യം തന്നെ ദേവി ആരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മെ അറിയുവാൻ സാധിക്കുകയുള്ളൂ, ദേവിയുടെ ശിവനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. നാം എന്താണ് അറിയേണ്ടത്? ദേവി സ്വയം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് സതി. സ്വയം തിരിച്ചറിയണമെന്നോ? അതെ സതി. ശിവന്റെ വാമഭാഗം എന്നതിനപ്പുറം ദേവിക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്. ആദിശക്തിയാണ് അവിടുന്ന്. നാളെ ദേവി അറിയപ്പെടുന്നത് ആദിശക്തിയുടെ മഹാശക്തികളിലൂടെയാവും. ആ തിരിച്ചറിവുകളില്ലെങ്കിൽ ദേവി പൂർണ്ണയല്ല. നമുക്ക് ഈ വിഷയം കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ലേ? നാം ഇപ്പോൾ അങ്ങയുടെ പ്രണയവും സാന്നിധ്യവുമാണ് ആഗ്രഹിക്കുന്നത്. ഇത് മഹത്വപൂർണമാണ്. ദേവി വിശ്രമിച്ചുകൊള്ളു. അങ്ങ് എപ്പോഴും നമ്മുടെ മുന്നിൽ രഹസ്യങ്ങൾ സൃഷ്ടിച്ചിട്ട് പോവുകയാണ് ശിവ. പക്ഷേ ഇക്കാര്യം അത്രയ്ക്ക് മഹത്വപൂർണമാണെങ്കിൽ നാം അത് തീർച്ചയായും ചെയ്യുന്നതാണ്. സതി കൈലാസത്തിലേക്ക് പോയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? സതിക്ക് ശിവൻ എപ്പോഴും രഹസ്യവാഹകനായിരുന്നു. കൈലാസത്തിലെ ആളുകൾ, ഭൂതപ്രേതങ്ങൾ എല്ലാം പുതിയ അനുഭവമായിരുന്നു. ശിവന്റെ മനസ്സിൽ സതിയെ പൂർണ്ണയാക്കുവാനുള്ള തീവ്ര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സതിയുടെ അപൂർണത, പിതാവ് കാരണമുണ്ടായ സംശയത്തിന്റെ വിത്തുകൾ വളരെ അപകടമായിരുന്നു. സതിയുടെ ഈ അപൂർണത വളരെ വലിയൊരു അപകടത്തിന് ജന്മം നൽകുകയായിരുന്നു. എങ്ങനെയുള്ള അപൂർണതയാണ് സമീപവാസി മിത്രമേ? ആ അപൂർണതയുടെ അർത്ഥം ഇന്നുവരെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സതിയിൽ നിന്ന് പാർവതിയിലേക്കുള്ള യാത്രയിൽ പോലും നമ്മുടെ അപൂർണത ഇല്ലാതായില്ല. അതുകൊണ്ടാണ് മഹാദേവൻ നമ്മെ ഉപേക്ഷിച്ചത്. മിത്രമേ, നാം അപൂർണത എന്ന വാക്കുപയോഗിക്കുന്ന സമയത്ത് അത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ അതിലെന്തോ ദോഷമുണ്ടെന്നാണ്, എന്തോ കുറവുണ്ടെന്നാണ്. ചിലപ്പോൾ അതിന് വിപരീതമായ അർത്ഥവും ഉണ്ടാകാം. ദോഷമല്ലാത്തതെന്നും സമ്പൂർണമായതെന്നും. ആ സമ്പൂർണതയുമായി അപൂർണത കൂടിച്ചേരുന്ന സമയത്ത് അതിൻ്റെ ദോഷവും സമാപ്തമായെന്ന് വരാം. നാം അങ്ങനെയാണ് മനസ്സിലാക്കിയത് മിത്രമേ. ഒരുപക്ഷെ സതി അപൂർണയാണെങ്കിൽ മഹാദേവൻ തീർച്ചയായും പൂർണ്ണത ഉള്ളവനായിരിക്കും.
അങ്ങനെ ഇത്തവണയും അവർ ഇരുവരും തമ്മിൽ ഒത്തുചേർന്നതിന് ശേഷവും വീണ്ടും പിരിയേണ്ടി വരും. അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ മഹാദേവൻ സതിയിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്ത് സംഭവിച്ചു മിത്രമേ? അങ്ങ് ആശങ്കയിലാണെന്ന് തോന്നുന്നു. ഒരു മിത്രമെന്ന നിലയിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ ഈ ആശങ്കയുടെ കാരണം? അവിടുന്ന് താൽക്കാലികമായി നിർത്തേണ്ടതാണ്. പക്ഷെ കഥ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇനി നമുക്ക് കഥ കേൾക്കാൻ സാധിക്കുകയില്ല. പക്ഷെ എന്തുകൊണ്ട് മിത്രമേ? ഈ താല്പര്യമില്ലായ്മയുടെ കാരണം? ഏറെ വൈകിയിരിക്കുകയാണ്. നമുക്ക് ഭവനത്തിലേക്ക് പോകണം. പെട്ടെന്ന് എന്തിനാണ് മിത്രമേ? നമ്മുടെ മാതാവ് നമ്മെ കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അനുവാദം വാങ്ങിയിട്ടല്ലേ വന്നിരിക്കുന്നത്. അതേ മൂഢ, പക്ഷേ നാം ഭവനത്തിലേക്ക് പോകുന്നതുവരെ മാതാവ് ഉപവാസം അവസാനിപ്പിക്കുകയില്ല. മാതാവ് കഠിന ഉപവാസത്തിലാണ്. അതുകൊണ്ട് നാം പോകേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം അങ്ങയുടെ ഹൃദയത്തിലുള്ള മാതാവിന്റെ സ്ഥാനം. നാം തടയുകയില്ല. വളരെ നന്ദി മിത്രമേ. വരൂ മൂഢ. കഥ കേൾക്കുന്നതിനിടയിൽ നാം മറ്റെല്ലാം മറന്നുപോയി മിത്രമേ. നാം കാരണം മാതാവിന് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ് മൂഢ. മാതാവ് വളരെ കോപത്തിലായിരിക്കും മിത്രമേ. പ്രശ്നം കോപത്തിന്റെയോ സ്നേഹത്തിന്റെയോ അല്ല മിത്രമേ. പ്രശ്നം നമ്മുടെ ശ്രദ്ധയുടേതാണ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനാൽ മാതാവ് വിശന്നിരുന്നു. ഇനി എന്ത് സംഭവിക്കും മിത്രമേ ശിവ? ഇനി നമുക്ക് മാതാവിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് മൂഢ. ഇനി മാതാവ് നമ്മോട് ക്ഷമിച്ചില്ലെങ്കിലോ? അത് നമ്മുടെ മാതാവാണ്. മാതാവിന് അധിക സമയം നമ്മോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് വിശ്വാസമുണ്ട്. മാതാവ് നമുക്ക് ക്ഷമ നൽകുന്നതാണ്. എത്ര സമയമാണ് നിരാഹാരത്തിലിരിക്കുക ദേവി? ഈ ഉപവാസം അവസാനിപ്പിച്ചാലും. നാം തീരുമാനമെടുത്തിരിക്കുകയാണ് ഋഷിവര്യ. എപ്പോഴാണോ നമുക്ക് ശിവയിൽ നിന്നും ദേവി പാർവതിയുടെ ഭവനത്തിൽ പോകുകയില്ല എന്ന വാക്ക് ലഭിക്കുന്നത്, അതുവരെ നാം ഭക്ഷണം കഴിക്കുന്നതല്ല. നാം ഈ ഉപവാസം അവസാനിപ്പിക്കുന്നതല്ല. ഇത് ഉചിതമല്ല ദേവി. നമ്മുടെ ശിവൻ ഇപ്പോൾ ബാലകനാണ്. അവനെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിർത്തുന്നത് അനുചിതമായിരിക്കും. മാതേ,
നമുക്ക് ക്ഷമ നൽകിയാലും മാതേ, അവിടത്തേക്ക് നാം കാരണം വിശപ്പ് സഹിക്കേണ്ടി വന്നു. നാം വിശന്നിരിക്കുന്നതിൽ നിനക്കെന്താണ് വിഷമം? നമ്മുടെ സർവവുമായ ഒരു വ്യക്തിയെക്കുറിച്ച് നാം എങ്ങനെയാണ് ചിന്തിക്കാതിരിക്കുന്നത് മാതേ? സമീപവാസി മിത്രത്തിന്റെ കഥയിൽ അറിയാതെ മുഴുകിപ്പോയിരുന്നു. അതിനാൽ എങ്കിൽ പോകൂ, പോയി കഥ കേൾക്കൂ. നമുക്ക് വിശപ്പില്ല. എങ്ങനെയാണ് ഒരു മാതാവിന് പുത്രനൊന്നും പറയാതെ തന്നെ അവന്റെ മനസ്സിലുള്ളത് മനസ്സിലാകുന്നത്? അപ്രകാരം ഒരു പുത്രൻ തന്റെ മാതാവിന്റെ മനസ്സിലുള്ളത് ഒരു വാക്കുപോലും ഉരിയാടാതെ മനസ്സിലാക്കുന്നതാണ്. നമുക്കറിയാം മാതേ, അവിടത്തെ ദേഷ്യത്തിലാണ് അവിടെ നമ്മോട് പറയുന്നത് അവിടത്തേക്ക് വിശപ്പില്ല എന്ന്. ദേഷ്യം ഉപേക്ഷിച്ചാലും മാതേ, എന്നിട്ട് ഭക്ഷണം കഴിച്ചാലും അവിടത്തെ ശിവയ്ക്ക് വേണ്ടി കഴിച്ചാലും ശിവ എന്തിനാണ് എപ്പോഴും നിന്റെ വാശിയുടെ ചേഷ്ടകളാൽ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം പറയൂ. നമുക്കറിയണമെന്നുണ്ട്, നിന്റെ മേൽ നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ ഇല്ലയോ എന്ന്. അവിടത്തേക്കാണല്ലോ നമ്മുടെ മേൽ സമ്പൂർണ്ണ അധികാരമുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് നീ നമ്മുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാത്തത് ശിവ? നാം ആഗ്രഹിക്കുന്നത് നീ പ്രപഞ്ച ജീവിതവും സാമൂഹിക ജീവിതവും മനസ്സിലാക്കണമെന്നാണ്. ഈ പ്രായം അച്ചടക്കത്തിൻ്റെതാണ് ശിവ, സമയം വ്യർത്ഥമാക്കാനുള്ളതല്ല. മാതേ, അവിടുത്തെ പുത്രൻ ഇന്നീ ക്ഷണം മുതൽ അവിടുത്തെ ആഗ്രഹം പൂർണ്ണമാക്കുന്നതിനായി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് മാതേ. പക്ഷേ അവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ചാലും അവിടുന്ന് വിശന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല മാതേ. കഴിച്ചാലും മാതേ. മാതേ, നാം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും നമ്മെ ഊട്ടിയാലും ഇതിനി ഒരിക്കലും ആവർത്തിക്കില്ലല്ലോ. എന്താണ് മാതേ? നിന്റെ സമീപവാസി മിത്രത്തിന്റെ ഭവനത്തിൽ കഥ കേൾക്കാൻ പോകുന്നതും നാം വിശന്നിരിക്കുന്നതും. ഇല്ല മാതേ, ഇനി എങ്ങനെ സംഭവിക്കില്ല. ശിവ, നീ നമുക്ക് വാക്ക് നൽകാമോ? ഉത്തരവ് നൽകിയാലും മാതേ. എപ്പോഴാണോ നമുക്ക് ശിവയിൽ നിന്നും ദേവി പാർവതിയുടെ ഭവനത്തിൽ പോകുകയില്ല എന്ന വാക്ക് ലഭിക്കുന്നത്, അതുവരെ നാം ഭക്ഷണം കഴിക്കുന്നതല്ല. നീ ഇനി മുതൽ ദേവി പാർവതിയുടെ ദേവി, ആദ്യം അവിടുന്ന് ഭക്ഷണം കഴിച്ചാലും എന്നിട്ട് പുത്രന്മാരെ വിശ്രമിക്കാനായി പറഞ്ഞയച്ചാലും അവർ ക്ഷീണിച്ചിട്ടുണ്ടാവും.
നാളെയും നമ്മുടെ പക്കൽ സമയമുണ്ടല്ലോ ദേവി. പറഞ്ഞാലോ ഋഷിവര്യ? അവിടുന്ന് ശിവനോടെന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നില്ലേ? അതെ, നാം ശിവയോട് ദേവി പാർവതിയുടെ ഭവനത്തിൽ പോകില്ല എന്നുള്ള വാക്ക് ചോദിക്കാൻ പോവുകയായിരുന്നു. പക്ഷെ അങ്ങ് നമ്മെ തടഞ്ഞു കളഞ്ഞു. ഇല്ല, നാം ഒരിക്കലും അവിടുത്തെ തടഞ്ഞിട്ടില്ല ദേവി. നാം കേവലം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെ തടയാൻ ശ്രമിച്ചത് മാത്രമാണ്. കാരണം അതിന്റെ പരിണാമ ഫലത്തെക്കുറിച്ച് അവിടുന്ന് ഇപ്പോഴും ബോധവതിയല്ല ദേവി. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ മഹാസത്യത്തിന്റെ മാന്യതയെ പരിശോധിക്കുന്നത് ഒട്ടും തന്നെ ശരിയായ കാര്യമല്ല ദേവി. അപ്പോൾ ദേവി പാർവതി അവർ ആദിശക്തിയുടെ സ്വരൂപമാണ്. അവർ ചെയ്യുന്നത്, ഒരു മാതാവിനെ അവളുടെ പുത്രനിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നത്, അത് അങ്ങേക്ക് സ്വീകാര്യമാണോ? അങ്ങേക്ക് അറിയില്ലെന്നുണ്ടോ ദേവി എന്തിനാണ് ശിവയോട് കഥ പറയുന്നതെന്ന്? അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന്? ആരുടെയും ഉദ്ദേശങ്ങൾ ആരിൽ നിന്നും ഒളിച്ചു വെക്കപ്പെട്ടിട്ടില്ല ദേവി. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം അവിടത്തേക്ക് ഉചിതം തന്നെയാണോ? ദേവി പാർവതി എന്താണോ ചെയ്യുന്നത് അതെല്ലാം അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. ശിവൻ ജന്മജന്മാന്തരങ്ങളായി പാർവതി ദേവിയുടെ പതിയാണെന്നുള്ളത് നമ്മൾ മറക്കണമെന്നാണോ? ദേവിക്ക് അവരുടെ പതിയെ തിരികെ ലഭിക്കാൻ യാതൊരു അധികാരവും ഇല്ലെന്നാണോ ദേവി? അവർ രണ്ടുപേരുടെയും മധ്യത്തിലായി വന്ന് അവിടുന്ന് ദേവാദിദേവനായ മഹാദേവനെയും ആദിശക്തിയെയും രണ്ടുപേരെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഋഷിവര്യ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ മാതൃത്വത്തിനോടുള്ള അപമാനം സഹിക്കണമെന്നാണോ? ദേവി, നാം പറഞ്ഞതിന് അർത്ഥം ഒരിക്കലും അതായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു അർത്ഥം? നാം കേവലം ഇത്രമാത്രമാണ് ആഗ്രഹിച്ചത് ദേവി. നമ്മൾ ഈ സംഭവിച്ച എല്ലാ കഥകളെയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബന്ധിച്ച് അവസാനിപ്പിക്കാനായി അനുവദിക്കണം, അത്രമാത്രം. അപ്പോൾ നാം നമ്മുടെ ബാലശിവയെ എന്നേക്കുമായി നമ്മിൽ നിന്നും അകറ്റണമെന്നാണോ? ദേവി, അവിടത്തേക്ക് എന്താണ് തോന്നുന്നത്? ഒരു ദിവസം ദേവാദിദേവനായ മഹാദേവൻ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദേവിക്ക് തടയാനാകുമെന്നാണോ? അഥവാ അദ്ദേഹത്തിന് ദേവിയിൽ നിന്നും അകലുവാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഥകൾക്കും തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല ദേവി, ഒരിക്കലും സാധിക്കില്ല. അതിനാൽ നമുക്ക് തോന്നുന്നത് അവിടുന്ന് ദേവി പാർവതിയുടെ സമീപം പോയി ദേവിയോട് എത്രയും വേഗം തന്നെ ഈ കഥ പറയുന്നത് പൂർണ്ണമാക്കാൻ ആവശ്യപ്പെടണം. പക്ഷെ നമുക്കെങ്ങനെയാണ് ഒരു സമയം നിശ്ചയിക്കാൻ സാധിക്കുക? നാം പറഞ്ഞു തരുന്നതാണ് ദേവി. നമുക്കിപ്പോൾ ദേവനെയും നാരായണനെയും കൊണ്ടുവരുന്നതിനായി അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവർ രണ്ടുപേരും ഗുരുകുലത്തിൽ നിന്നും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് എപ്പോഴാണ് പോയത്? അങ്ങ് നമ്മോട് പറഞ്ഞതേയില്ല. ദേവി, അവിടുത്തെ 2 പുത്രന്മാരും ശാസ്ത്രത്തിൽ വിശേഷപ്പെട്ട പാഠങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് ശിവദേവി പാർവതിയുടെ ഭവനത്തിലേക്ക് പോകുന്നതിൽ ദുഃഖിതയായിരുന്നു. മാത്രമല്ല ദേവി ഉപവാസ പ്രക്രിയയിൽ മുഴുകിയിരുന്നു. ഇതിനിടയിൽ എപ്പോഴാണ് നാം പറയുക?
ദേവി ആശങ്കപ്പെടാതിരിക്കൂ. നമ്മുടെ അനുവാദത്തോടെയാണ് ഇരുവരും പോയത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാലും അവർ അവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപായി ഈ കഥ സമാപ്തമാക്കേണ്ടതാണ്. അവിടുന്ന് അവിടുത്തെ പുത്രന്മാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിച്ചാലും, മാത്രമല്ല ഒരു തവണ ശിവന്റെ മനസ്സിൽ നിന്നും ഈ കഥ കേൾക്കാനുള്ള ആകാംക്ഷ ഇല്ലാതായാൽ എല്ലാം പഴയതുപോലെ ആകാൻ അധികം സമയം വേണ്ടിവരില്ല ദേവി. അങ്ങ് സത്യമാണ് പറയുന്നത് ഋഷിവര്യ. ഇത് തന്നെയാണ് ഉചിതം. നാം ദേവി പാർവതിയുടെ ഭവനത്തിലേക്ക് പോകുന്നതാണ്. ഒട്ടും വൈകാതെ തന്നെ കഥ സമാപ്തമാക്കുന്നതിന് ആവശ്യപ്പെടുന്നതാണ്. ഇത് സമീപവാസി മിത്രത്തിന്റെ ഭവനമല്ലേ? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്?